ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നത് സഞ്ജയിൻ്റെ ഗോപാൽജി പറയുന്ന ആളുണ്ടല്ലോ അല്ലേ, നമ്മുടെ ഗിരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഗോപാൽജിയാണ് കേട്ടോ കൊന്നത്. അതെന്തായാലും ആരും അറിഞ്ഞിട്ടില്ല, അവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പീതാംബരം ഗോപാൽജിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ സഞ്ജയ് പറയും, നിങ്ങൾ ഒരുപാട് ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട, ഇറങ്ങി പറയണ്. എൻ്റെ കയ്യിൽ കുറേ തെളിവുകളൊക്കെ ഉണ്ട്, ആരാണ് മാധവനെ കൊന്നതെന്നും എന്തിനാണ് കൊന്നതെന്നൊക്കെ അയാൾ സത്യം വിളിച്ച് പറയണം കേട്ടോ. സഞ്ജയൻ എന്താ ഹോട്ടലിൽ വിളിച്ച് പോലീസ് പിടിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് മാധവനാണ് പോലീസായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം മകനെ ഇറക്കാൻ വേണ്ടി ഗോപാൽജി മാധവനെ കൊല്ലുകയാണ് കേട്ടോ. ആ ഒരു സത്യം എന്തായാലും വെളിയിൽ വരും, പക്ഷെ ആർക്കും അത് അറിയില്ല, ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് പിന്നെ എനിക്കൊരു 50 ലക്ഷം രൂപ നിങ്ങൾ തരണം, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം, അപ്പം ഞാൻ ഇനി ഒരു സമയത്ത് വരും, അപ്പം എനിക്ക് ആ പൈസ തന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ് കേട്ടോ. അപ്പം തന്നെ സഞ്ജയ് ഗിരിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം കേട്ടോ. വരാൻ പറഞ്ഞിട്ട്, നീ ഒറ്റ ഒരുത്തരം കാരണമാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് പറയണം. അപ്പം അത് കേൾക്കുമ്പോൾ ഗിരി പറയും, ഞാൻ ഇപ്പം മാലയിട്ടിരിക്കുകയാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അതിൽ ഇടപെടില്ല, എനിക്കത് അറിയുകയും വേണ്ട, ഞാൻ ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനാണ് വിധി പറഞ്ഞ് ഞാൻ കിടക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ സഞ്ജയ് നെട്ടുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അച്ഛനാണെങ്കിൽ വലിയ ആളാവാൻ വേണ്ടി നിൽക്കില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ പിന്നെ എല്ലാം പോവില്ലേ. അച്ഛൻ്റെ ബലത്തിലാണ് സഞ്ജയ് നിൽക്കുന്നത് തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വേണ്ടി നമ്മുടെ മഞ്ജു പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മഞ്ജുവിനെ ഗിരി കാണാൻ പറ്റില്ല. അപ്പോൾ മഞ്ജുവിനെ ഇവിടുന്ന് ആ സമയത്ത് ഇറക്കി വിടാം, ആ ഒരു തക്കം ഇറക്കി വിടാൻ പറഞ്ഞിട്ട് കുഞ്ഞാറ്റിയും സ്വപ്നയും ഭാനുമ്മയും കൂടി പ്ലാൻ ഇടണം കേട്ടോ. അവളെ ഇറക്കി വിടാനാണ് നോക്കുന്നത്. പക്ഷേ നമ്മുടെ ഗിരി വന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളാം, മഞ്ജുവിനെ ഇവിടുന്ന് ഇറക്കി വിടണ പറഞ്ഞിട്ട് പറയണം. ആ സമയത്ത് തന്നെ നമ്മുടെ മുകുന്ദൻ കയറി വന്നിട്ട് ഞാൻ എന്തായാലും നിന്നെ കൂടെ വരികയാണല്ലോ, അപ്പോൾ അവിടെ മഞ്ജു ആ വീട്ടിൽ പോയി നിൽക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് പറയണ്. മഹിമയും മഞ്ജുവും പോയി നിൽക്കട്ടെ എന്നൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് പിന്നെ മഞ്ജുവും ഗിരിയായിട്ട് കുറച്ച് സംസാരിക്കുകയോ ചെയ്യേണ്ടത്, മിസ് ചെയ്യും, അങ്ങനെയൊക്കെ കുറച്ച് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.